തോച്ചു കൊടുക്കാണ്. എന്നെ പോലെ കൊറേ വില്ലന്മാരുള്ളോണ്ടാണോ താനൊക്കെ ഇങ്ങനെ കയ്യടി വാങ്ങിച്ചോടുന്നേ? അനാവശ്യം പറ കയ്യും കയ്യാൻ വിട്ടിടുമാ. ഞാനടിച്ചാ താങ്ക മാട്ടേ. 4 മാസം ഞാനടിച്ചാലും തോന്ന മാട്ടേ. തീരാവുന്ന പ്രശ്നല്ലടോ ഉള്ളൂ. അങ്ങനെ ആവുമ്പോ എന്തൊരു ഫീൽ കിട്ടാടോ. ഓ നിങ്ങളോടല്ല ആരായി പറഞ്ഞേ? സിനിമ എന്ന് പറയുന്നത് നായകന്റെ വില്ലന്റെ മാത്രാണ്. അല്ല ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ആദ്യത്തിലുള്ളൊരു സ്ക്രിപ്റ്റാ. അതിനെ നല്ല താലിയുള്ളൊരു എഴുത്തുകാരനും വേണോ. പിന്നുണ്ടല്ലോ കാലത്തിനനുസരിച്ച് കഥ പറയുന്ന നല്ല വിഷനുള്ളൊരു ഡയറക്ടറും വേണം. പപ്പോട്ട മാത്രല്ല നീ KG ജോർജ്, അടൂരി, എംടി, അങ്ങനെ എത്ര സംവിധായകര്, എത്ര എഴുത്തുകാരി ഓരൊക്കെയാണോ നമ്മളെ സിനിമയിലെ ലോകോത്തര സിനിമകളൊക്കെ. പ്രകാശ അന്നക്ക് സിനിമയെ പറ്റി ഇത്ര അറിയില്ലേ? അന്നക്കൊരു സിനിമ എടുത്തുള്ളൂ ഈ ഞങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കോന്നേ. ഈ പ്രകാശ സിനിമ എടുക്കണോ? നിങ്ങളെല്ലാം കണ്ണു തള്ളുന്നൊരു സിനിമ. പക്ഷെ അതിപ്പല്ല, അതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കാത്തിരിക്കേ. പിന്നെ പുതിയ കുറച്ച് പെട്ടി വേണ്ടത് അതിലെ കഥാപാത്രങ്ങളെ അടികൂടാണ്ടെന്നോള. പിന്നെ നിന്റെ പോസ്റ്റോട്ടിക്കലായിരിക്കും വേണ്ടിയാന്ന് അതൊന്നല്ല. 4 ആള് കൂടുന്നവർക്ക് പോസ്റ്റർ പിടിച്ചാലേ കൊട്ടകയിലായിരിക്കും കേടുള്ളൂ. അതാണ് എന്തോ സിനിമ കഴിഞ്ഞില്ലേ? കൊറേ നേരായി ഒരു അടി കുത്തും വെട്ടും കേരള കൊറേ സമയം ഞാൻ വിളിക്കുന്നത് നായക. ഇന്നെ ഞാൻ താത്തി തരാടാ. എന്റെ മോനെ കേറാ. ഓര് പറഞ്ഞ നേരാ. കാവില് നാഗപ്പാട്ട് തുടങ്ങിയ പിന്നെ എന്റെ മനസ്സ് ഇടുന്നല്ലാന്ന്.
അല്ല നീ വരല്ലേ പുതിയ സിനിമ? പിന്നെ ഇന്നാള് കാണിച്ച സിനിമേന്റെ ബാക്കിയൊന്നും കാണിച്ചില്ല. എന്നിട്ടാ ഇപ്പൊ പുതിയ സിനിമ. അത് കാണിക്കാനല്ലേ വേണ്ടേ? ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പേര് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ആവണ്ടേ? ഈ ഇരുട്ടത്താ സിനിമയാ ഇങ്ങനെന്താ പറയുന്നു പ്രകാശ? നീ അല്ല പറഞ്ഞ വേണ്ടേ ഈ പ്രകാശ ഹീറോന്ന്? പ്രകാശന് സിനിമ കാണിക്കാനേ ഒരു കുഞ്ഞു പ്രകാശം മതിയടി. മല്ലികപ്പൂ ചെമ്പകമേ താനേ ഇളങ്കൂയിലേ തങ്കോരത്തിനമേ കവയർക്കു വന്നേ നന്ദന്തേ താനേ താനേ നാനേ താനേ നാന തന്ദിനാരാ തന്ദിനാരം തന്ദിനാരാ തന്ദിനാരാനെ താനാ തന്ദിനാരാ. അല്ല പ്രകാശ, അപ്പൊ ഈ സിനിമ കൊച്ച വേണ്ടേ? കാണുന്നോണ്ട് ഉള്ളിൽ നടക്കാനും കണ്ണ് നടക്കാനേ ചില സിനിമക്ക് ഒച്ച എന്നൊരു ആവശ്യമില്ലടി. Who wants freedom? നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട്. നിങ്ങൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തിലേക്ക് മടങ്ങാം. സ്വതന്ത്ര முன்ன பின்ன தெரியாத ஒரு பையனுக்காக கண்ணீர் விடுற அந்த மனசு இருக்க, அதான் கடவுள். പ്രകാശ, എനിക്കെന്താ ഈ ടാക്കീസിനോട് സിനിമയോടൊക്കെ ഇത്രമാത്രം ഇഷ്ടം? ഈ ടാക്കീസ് എന്ന് പറയുന്നുണ്ടല്ലോ ജീവനാടി. എനിക്ക് നിന്നെക്കാ ഇഷ്ടം ഇതൊക്കെ. ഓഹോ, വേണമെന്നല്ല പെണ്ണെ. നിനക്കറിയോ എന്റെ അപ്പം മരിക്കാൻ നേരത്തെ കാര്യം പറഞ്ഞുള്ളൂ, ഈ ടാക്കീസ് അതൊരിക്കലും പൂട്ടരുതെന്ന്. അപ്പന എന്നെ പഠിപ്പിച്ച ഇരുട്ടല്ല വിളിച്ച സിനിമന്ന്, ഇരുട്ടത്തുള്ള പല പല നിറങ്ങളാ സിനിമന്ന്. അതിങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് അപ്പൻ എന്നോട് പണ്ടേ പറഞ്ഞതാടി. വീട് കൂട്ടി വേഗം പാടാ മോനെ. പ്രകാശം നിനക്ക് വലുതാവുമ്പോ ആരാവണം നാടാ? എനിക്ക് അപ്പനെ പോലെ ഈ നാട്ടുകാരെ മൊത്തം സിനിമ അടിക്കണം. സിനിമ കൂടെ ഒരു നിറങ്ങളാ അപ്പൻ ഈ നാട്ടുകാർക്ക് അടിക്കൊടുക്കുന്നേ. അത് കണ്ടേ കാണുന്നവര് കുടുങ്ങി കുടുങ്ങി ചിരിക്കുമ്പോ എന്ത് രസാപ്പ. അത് കണ്ടവർ കഴിയുമ്പോ എനിക്ക് കച്ചരിപ്പോ. ഇറങ്ങടാ മോനെ. പ്രകാശ ഈ വലുതായി അപ്പനെ പോലെ സിനിമ കാണിക്കണം മോനെ. പക്ഷെ ഈന്റേതായ സിനിമ കാണിക്കണം, അതും നമ്മളെ ടാക്കീസില്. അതെന്താപ്പാ? അതറിയാണ്ടാണ് ശ്രദ്ധിച്ചു കേട്ടോ. ടാക്കീസ് ഒരു വേർതിരിവില്ലാണ്ട് കുറെ മനുഷ്യര് ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്ന സ്ഥലാടാ. മറക്കരുത്. ഇല്ലപ്പാ, ഇത് ഞാൻ മറക്കൂല. നാടായ നാട് മൊത്തം തെണ്ടി നടന്ന് നാട്ടുകാരെ മൊത്തം സിനിമ കാണിച്ച് അപ്പൊ സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് നമ്മളൊരു ടാക്കീസ് തുടങ്ങാൻ പോവാ. അതിന്റെ പേരെന്താന്ന് അറിയൂടെ ചെക്കൻ നിനക്ക്? ഇന്റെ പേരാടാ. എന്താടാ നോക്കി നിക്കണേ? ചെന്ന് ടിക്കറ്റ് കീറണ പോലെ. ഇതാണ് മോളെ ഈ ടാക്കീസ് എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾ ഇരിക്കേ.
എന്താ പ്രശ്നം? ഇവച്ചോട് തറയിരിക്കാൻ പറയണോ? നിങ്ങൾ എഴുതേക്കുന്നേ നമ്പ്യാരെ, അതിനിവിടെ തറ ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. സിനിമ കാണാൻ വന്നവരല്ലോ, അത് ഒരുമിച്ചിരുന്ന് കണ്ടിട്ടേ പോവും. ഇങ്ങക്ക് കയ്യൊന്നിരിക്കും അല്ല ചെല്ലമ്പേരെ. എടാ രമേശ, ഞങ്ങളൊക്കെ വെറുപ്പിച്ചിട്ടേ നിനക്ക് ടാക്കത്ത് മുന്നോട്ടുള്ള പച്ചെങ്കിലേ ഒന്ന് മുന്നോട്ട് കൂടെ പോയി കാണിക്കണം. നമ്പ്യാരെ, ഇത് നിങ്ങളെ അമ്പലമല്ല തറവാടുമല്ല, ടാക്കീസ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസ സിനിമ തുടങ്ങാൻ നേരെ. നിങ്ങൾ ചെല്ലമ്പേരെ കാണിച്ചടാ. പ്രശ്നം ഉണ്ടാക്കാണ്ട് നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ടെന്ന്. വാ ഉമ്മക്കേ, ഉമ്മക്ക് ഒരുമിച്ചിരുന്ന് സിനിമ കാണാടോ. പ്രകാശ കേറി വാടാ മോനെ. നമ്മളെ ഈ ടാക്കീസില് എല്ലാരും ഒരുമിച്ചിരുന്ന് സിനിമ കാണണോടാ. ചെക്ക, അനക്കൊരു കാര്യം അറിയോ? എല്ലാ ടാക്കീസിലും ഓരോ സിനിമയിലും എപ്പോ വേണേലും പൊട്ടിപ്പുറപ്പെടുവാൻ പാകത്തിന് ഒരു വിപ്ലവം ഒളിഞ്ഞിരിപ്പണ്ടാ. അതെ, തിരിച്ചറിവ. കാലം അത് തെളിയിക്കൂ, മാറ്റോ അതുണ്ടാവും. അപ്പൻ എനിക്കെന്നെ തന്നിട്ട് പോയത് കൊട്ടയ്ക്കു അപ്പന്റെ കുറെ സ്വപ്നങ്ങളുവാ. ഇല്ലാണ്ടാക്കാൻ തുടങ്ങിയ വിപ്ലവം ഉണ്ടല്ലോ, പയ്യെ പയ്യെ ഈ നാട് മൊത്തം അങ്ങ് ഏറ്റെടുത്ത് ഇയാളെടുത്ത് ശുദ്ധീകരണം നടത്താണ്ട് മേലാളർക്ക് ഇരിക്കാന്ന് കസേരകൾ തടിച്ചടി. അപ്പൻ അന്ന് പറഞ്ഞത് ഇപ്പോഴാടി മനസ്സിലായേ. ഇവിടുത്തെ കസേരക്കും സ്ക്രീനിനും കല്ലിനും മതിലിനും പോലും ഒരു വിപ്ലവത്തിന്റെ കഥ പറയാനുണ്ട്. വേർതിരിവില്ലാണ്ടാക്കിയന്റെ ചരിത്രം പറയാനുണ്ടെന്ന്. പക്ഷേ കാണിക്കാൻ പാടില്ലാത്ത സിനിമ കാണിച്ചു എന്നും പറഞ്ഞ് ചപ്പനെ ഇവിടുത്തെ സമ്പ്രാക്കന്മാരെല്ലാം കൂടി കല്ലെറിഞ്ഞ് ഓടിക്കുമ്പോ എന്റെ കയ്യും പിടിച്ച് നോക്കി നിൽക്കാനേ കായുള്ളൂ. ഒരുമിച്ചിരുന്ന് കാണാടി കാണാന് ഒരു പ്രത്യേക ചന്താന്ന്.
ഏടേ കണ്ണേ ഏടേ കണ്ണേ എന്തോരം തേടേ അത് പുതിയ പെട്ടി കൊണ്ടായിരുന്ന ആഘോഷല്ലേ സാങ്കേതിക കാരണങ്ങളാൽ ഇന്നത്തെ ഷോ ഉണ്ടായിരിക്കുന്നല്ല. തുക കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ പ്രകാശ് ടാക്കീസ് തുടർന്ന് പ്രവർത്തിക്കുന്നതല്ല. ഇത് എന്തോ പ്രശ്നമുണ്ട്. ഒന്നും ഉണ്ടാവില്ല. നീ റീല് നേരിട്ടോ. അതൊന്നുമല്ല, നീ നാട്ടാ നോക്ക്. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് പറ്റേ എന്നെ നോക്കിയേ, ഈ വേഷമുണ്ടപ്പോ ഞാൻ ഈ ജനങ്ങളെല്ലാം രക്ഷിക്കുന്ന എനിക്കിപ്പോ 10 തല. വില്ലന്മാരെ കൊല്ലുന്ന നായകന്മാർക്കൊക്കെ എന്നെ പോലെ വെളുത്ത നിറോ നിങ്ങളെ പഠിപ്പിച്ചേ. പ്രകാശ, ഈ വേഷം ഞങ്ങൾക്ക് പിള്ളേ ഞങ്ങളുടെ കഥാപാത്രങ്ങളുടെ ശക്തി എന്ന് മനസ്സിലായത്. കാലത്തിനനുസരിച്ച് മാറാൻ നോക്കും പ്രകാശ. കാലത്തിനനുസരിച്ച് മാറിയോണ്ടല്ല, ഇതൊന്നും ശരിയല്ലാന്ന് എനിക്ക് മനസ്സിലായേ. നിനക്ക് വേഷം ആടാലേ ഇത് നേരാന്ന് കാണുന്നവർ കരുതും. സിനിമ കൊച്ചനാറാന്ന് ഒരു വിചാരിക്കും. എടാ പ്രകാശ, നീ നോക്കി നിൽക്കാതെ സിനിമ പോണെന്നോ? ഞങ്ങളൊക്കെ കാണികളെ കാണാൻ കൂടുതലായിട്ട് വയ്യ. കാഴ്ചക്കാരെ മണ്ടന്മാരാക്കുന്ന ഒരു സിനിമയുടെ കാണിക്കൂല. എടാ പ്രകാശ, നീ ഞങ്ങളിവിടെ കാണിച്ചില്ലല്ലോ. ഞങ്ങളെ കാണിക്കാനായി 1000 ഡേയ്സ് പോരാ. പ്രകാശ, നീ ഒരു മണ്ടനാടാ. കാലം മാറിയിട്ടും സിനിമയിലൂടെ വിപ്ലവം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ. ഞങ്ങളെ ഇങ്ങനെ
പ്രകാശ, ഈ കാണികളൊക്കെ ഇങ്ങനെ തന്നെയാടാ. കാണിക്കുന്ന കാഴ്ചകളിൽ ഒന്ന് ഓർക്കെതിരാൻ തോന്നിയ ദേ ഈ അപ്പന്റെ ഗതിയാവടാ. മണ്ടന്മാരാ, ഓർക്കറിയൂലല്ലോ കറുപ്പും വെളുപ്പും നിറഞ്ഞോടത്തുനിന്ന് നിറങ്ങളുടെ ഈ ലോകത്തേക്ക് എത്താൻ സിനിമ സഞ്ചരിച്ച ദൂരം. ഓർ എത്ര വേണമെങ്കിൽ ചായ പൂസട്ടാ, അതൊന്നും ഉമ്മളെ റീലിൽ പിടിക്കൂലാണ്. കാരണം സിനിമ വെളിച്ചാടാ, പല നിറത്തിലെ നേരുള്ള വെളിച്ചം. ആ വെളിച്ചം അതിവിടെ തന്നെ ഉണ്ട് മോനെ. നീ നല്ലോണം ഒന്ന് നോക്ക്. എണീക്ക് മോനെ, എണീക്ക് പ്രകാശ. കാണാൻ പറ്റുന്നില്ലപ്പാ. ഇത് നോക്കിയേ, ആടെ മൂലൊക്കെ പൊടി പിടിച്ച് കിടക്കായിരുന്നു ഈ പെട്ടി. നീയേ ഇതിലുള്ള റീലുകളൊന്നും ഇട്ടോക്ക്. ചെലപ്പോ ഒരു നിറം മാറി പല നിറങ്ങളായാലോ. കേറി വാടാ. ദിവസേന 3 ഷോ.